നിങ്ങളെ നെല്ലിമരം കണ്ടിട്ടുണ്ടോ? നെല്ലിക്ക കഴിക്കുന്ന വളരെ ഗുണമുള്ള ഒരു കായ ഉണ്ടാകുന്ന മരമാണ് നെല്ലിമരം. ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒരു മലയുണ്ട്. മല ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തന്നാൽ കാണാൻ പറ്റുമായിരിക്കും, കാണിച്ചു തരാം. ആ മല നിറയെ ഒരു ഏതാണ്ട് ഒരു 70 വർഷം മുന്നേ നെല്ലിമരം ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ കൃഷിയുള്ള സ്ഥലമല്ല. ഞാൻ കാണിച്ചു തരാം, നോക്കിയാൽ ഇവിടെ നിന്ന് ഇവിടെ കാണിച്ചു. ഒത്തിരി ദൂരെയാണ്, എന്നാലും ഉദ്ദേശം കിട്ടും. നോക്കും അതാ ആ നിങ്ങൾ ലാസ്റ്റ് ഒരു കെട്ടിടം കാണുന്നത്, അത് മലയുടെ അടിഭാഗത്തിരിക്കുന്നതാണ്. അതാണ്ടോ, അത് റോഡിന് നേരെ ഒരു കെട്ടിടം കാണുന്നത്. അതിൻ്റെ മുകളിലോട്ട് കാണുന്ന പൊക്കമുള്ള വൃക്ഷങ്ങളൊക്കെ നിൽപ്പുണ്ട്. അത് മലയാണ്. അങ്ങോട്ട് ഏതാണ്ട് ഒരു കിലോമീറ്റർ നീളത്തിന് ആ മല കിടപ്പുണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ആ മലയുടെ പുറത്ത് പോകും, എൻ്റെ അവിടെ പോകും മലയിൽ നെല്ലിക്ക പറിക്കാൻ. നെല്ലിക്ക മാത്രമല്ല, അവിടെ ഒരുപാട് പഴങ്ങളുണ്ടാകുന്ന ചെറിയ ചെറിയ വൃക്ഷങ്ങളുണ്ടായിരുന്നു, പലതരത്തിൽപ്പെട്ട തെറ്റി തുടങ്ങി പലതും. അപ്പോൾ ആ മലയിൽ പോയി ഞങ്ങൾ അവിടെ അങ്ങനെ കൃഷിയൊന്നും അധികം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ നിറയെ കൃഷിയുണ്ട്. ഇപ്പോൾ നെല്ലിമരം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ കാമ്പൗണ്ടിൽ ഇത് നെല്ലിമരമാണ്. എന്താ ഈ കാണുന്ന നെല്ലിമരം. നെല്ലി അതിൻ്റെ മരമാണിത്. എന്താ നെല്ലിമരം. ഇതങ്ങനെ വളരെയധികം മരമെന്ന് വെച്ച് ഭയങ്കരമായിട്ട് വളരുന്ന മരമല്ല. ഇതൊരു കുറ്റി ചെടി പോലെ പോയിട്ട് കുറച്ച് പൊങ്ങിയിട്ട് 2 ആൾ പൊക്കം, 1 ആൾ പൊക്കം, 1.5 പൊക്കം ആയിട്ട് ശിഖരം അടിച്ച് നിൽക്കുന്നതാണ് ഈ മരം. ഇതിൽ നിറയെ നെല്ലിക്ക കായ്ക്കും. നെല്ലിക്ക വളരെ ഗുണമുള്ളതാണ്. പിന്നെയുള്ള ഒരു പ്രത്യേകത, അതിൻ്റെ കായ് മാത്രമല്ല. വേണ്ട, ഈ മരം കൊണ്ട് ഉള്ള ഗുണം അതിൻ്റെ കായ് മാത്രമല്ല, ഇതിൻ്റെ തടി ഇത് വലുതാവും. ഇത് തയ്യാണ് കേട്ടോ, കണ്ടോ, തയ്യാണ്. ഇതിൻ്റെ തടി വണ്ണം വയ്ക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഞങ്ങളൊക്കെ പണ്ട് നമ്മുടെ പൂർവികരൊക്കെ ചെയ്യുന്നത്, ഈ നെല്ലിമരത്തിൻ്റെ തടി അറക്കും, പലകയായിട്ട് ഇറക്കും. അത്രയ്ക്ക് വലുതാവും അത്. ഭയങ്കരമായിട്ട് പൊക്കം വയ്ക്കുന്നതല്ലെങ്കിലും അത് നല്ലവണ്ണം വണ്ണിക്കും. ഈ മരത്തിനെ ഞങ്ങൾ അറുത്ത് പലകയാക്കും. പലകയാക്കിയിട്ട് കിണർ കുഴിക്കുമ്പോൾ കിണറിൻ്റെ അടിത്തട്ടിൽ ഇത് പാകും. ഊറ്റി ഉറവ പറഞ്ഞ അതിന് മുകളിലായിട്ടോ അല്ലെങ്കിൽ ഉറവ പറഞ്ഞതിന് അടിയിലായിട്ടോ ഇത് പാകും. ഇളകി വരാത്ത രീതിയിൽ അതിനെ ഉറപ്പിക്കും. എന്നിട്ടാണ് റിങ് ഇടുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഗുണം, ഇതിൻ്റെ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ട്. ഇതിൻ്റെ ഊറൽ കൊണ്ട് വെള്ളം നല്ല ശുദ്ധിയുള്ളതായി മാറും, ഔഷധ ഗുണമുള്ളതായിട്ട് മാറും. അങ്ങനെ ഈ നെല്ലിമരം കൊണ്ട് പലവിധമായ ഗുണങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ കായ് നമുക്ക് ഭക്ഷിക്കാം, അച്ചാറിടാം, കരിച്ച് തിന്നാം, പച്ചയ്ക്ക് തന്നെ തിന്നാം, ചിലർ ഉപ്പ് കൂട്ടി തിന്നാറുണ്ട്. എന്തായാലും അതിൻ്റെ കായ് ഭയങ്കരമായിട്ട് ഗുണമുള്ളതാണ്. 2, ഇതിൻ്റെ പലക അറുത്ത് കിണറിൻ്റെ അടിയറ്റം അല്ലെങ്കിൽ കുളത്തിൻ്റെ അടിയിലറ്റം ഇത് പാകും.
പാകി അതിൽ നിന്ന് വരുന്ന ഉറ നല്ല ഔഷധങ്ങളായിട്ട് മാറുന്നു. പിന്നെ മൂന്നാമത് വരുന്നത് നെല്ലിക്ക, ഇതിൻ്റെ തടി, ഇലകൾ ഒക്കെ ഔഷധ മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടി വൈദ്യശാലകളിൽ വൈദ്യന്മാർ ഉപയോഗിച്ചിരുന്നു പണ്ട്. ഇപ്പോഴും ഉപയോഗിക്കും. വൈദ്യശാസ്ത്രപ്രകാരം നെല്ലിക്ക, നെല്ലിയുടെ തടി, അതിൻ്റെ ഇലകൾ ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ നെല്ലിയെക്കുറിച്ച് ചെറിയ വിശദീകരണം ഞാൻ ചെയ്തു. നിങ്ങളിത് കേട്ടിട്ടുണ്ടാകും, നിങ്ങൾക്കിത് അറിയാമായിരിക്കും. എന്നാലും എന്നാലാവുന്ന അറിവ് ഞാൻ പകർന്നു ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താം, മനസ്സിലാക്കാം. ഓക്കെ, ബൈ, താങ്ക് യു, സീ അഗെയിൻ.